UGC നീറ്റ് അഡ്മിറ്റ് കാർഡ് വന്നു. ഇനി ഡ്രസ്സിന്റെ കാര്യം നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ. ടീഷർട്ട് ഇടുന്നവരാണെങ്കിൽ ഒരുപാട് പ്രിന്റേഴ്സ് വരുന്ന ഡാർക്ക് കളേഴ്സിലുള്ള ലെറ്റേഴ്സ് വരുന്ന ടീഷർട്ടുകൾ ഒഴിവാക്കുക. അതിന് പകരം പ്ലെയിൻ ആയിട്ടുള്ള ലൈറ്റ് കളേഴ്സിലുള്ള ടീഷർട്ട്സ് യൂസ് ചെയ്യുക. ഫുൾ സ്ലീവ്സിന് പകരം ഹാഫ് സ്ലീവ്സും 3/4 യൂസ് ചെയ്യുക. ടേർട്ടിൽ നെക്ക് ഓർ ഹൈ നെക്ക് യൂസ് ചെയ്യാതിരിക്കുക. അതിന് പകരം റൗണ്ട് നെക്ക് ഓർ യു നെക്ക് ഓർ വി നെക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വി നെക്ക് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ഡീപ്പ് ആവാതിരിക്കാനായിട്ട്. ഇനി കുർത്താസിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഒരുപാട് ബീഡ് വർക്ക്സ് വരുന്ന അല്ലെങ്കിൽ ഒരുപാട് കളേഴ്സ് ഇല്ല പ്രിന്റേഴ്സ് വരുന്ന രീതിക്കുള്ള കുർത്താസ് യൂസ് ചെയ്യാതിരിക്കുക. അതിന് പകരം ലൈറ്റ് കളേഴ്സിലുള്ള 3/4 ഓർ ഹാഫ് സ്ലീവ്സ് വരുന്ന രീതിക്കുള്ള കുർത്താസ് ഉപയോഗിക്കുക. ഇനി ബോട്ടം വെയേഴ്സിലേക്ക് ആണെങ്കിൽ നമുക്ക് ജീൻസ്, ബാഗി, ലെഗിൻസ്, പലാസോ ഇതൊന്നും നമ്മൾ പാടുള്ളതല്ല. അതിന് പകരം സ്ട്രെയിറ്റ് ഫിറ്റ് ആയിട്ടുള്ള പാൻസ് യൂസ് ചെയ്യുക. ട്രാക്ക് പാൻസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, പക്ഷെ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലെ വരുന്നതൊന്നും നമ്മൾ യൂസ് ചെയ്യാതിരിക്കാനായിട്ട്. ഇനി ആക്സറീസിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഈ കാണിക്കുന്നതൊന്നും നിങ്ങൾ ധരിക്കാനായിട്ട് പാടുള്ളതല്ല. ഇനി റിലീജിയസ് ബേസിലുള്ള ത്രെഡ്സോ കാര്യങ്ങളോ കയ്യിലുണ്ടെങ്കിൽ അതെല്ലാം അഴിച്ചു മാറ്റിയതിനു ശേഷം തന്നെ എക്സാമിന് പോകാനായിട്ട് റെഡി ആവാം. സാൻഡൽസിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഈ കാണിക്കുന്നതൊന്നും യൂസ് ചെയ്യരുത്, ഈ കാണിക്കുന്നത് മാത്രം യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്യൂച്ചർ ഡോക്ടേഴ്സിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മെയ് 3 നമ്മുടെ എക്സാം വരുന്നത്. നിങ്ങളുടെ കൂടെ വിന്നേഴ്സും ഉണ്ട്.